ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ റൂം ടൂർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എൻ്റെ ചെറിയ റൂമും പിന്നെ ഞാൻ ചെയ്ത് കുറച്ച് വർക്കുകളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗായ്സ്, അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂം. എൻ്റെ എല്ലാ കലാവിരുതുകളും നടത്തുന്ന സ്ഥലം. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതാണ് എൻ്റെ ബെഡ് സ്പേസ് വരുന്നത്. ആ ബമ്പക്കുഞ്ഞി കണ്ട, ആ ബമ്പക്കുഞ്ഞാണ് നമ്മൾ സോഹാൻ്റെ ടെഡ്ഡി. ബമ്പക്കുഞ്ഞി എന്ന് പറഞ്ഞാൽ ടെഡ്ഡിയാണ്. അപ്പോൾ ഓളിയിൽ കുറേ കളിക്കും. ഇത് ഓള് ഉപ്പൊക്കെ ഗിഫ്റ്റ് കൊടുത്തതാണ്. ഈ പെയിൻറ്റിങ് കണ്ട, ഇത് ഞാൻ കുറേ മുമ്പ് എൻ്റെ മംഗലത്തിനെല്ലാം കുറേ മുമ്പ് വരച്ചിട്ട് വെച്ചത്. പിന്നെ ഇത് നമ്മളെ ഫോട്ടോ, ഫാമിലി ഫോട്ടോ. ഈ ഫോട്ടോ കണ്ട, ഇത് സോഹാൻ്റെ ക്രാഡിൽ സെറമണിക്ക് എടുത്തത്. ഇത് ഒരു 5 മാസമാകുമ്പോൾ എടുത്തത്. ഇതും ക്രാഡിൽ സെറമണീൻ്റെത്. പിന്നെ ഈ ഫോട്ടോ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ ആണ്. അതിൽ ഞാനും എൻ്റെ ഉമ്മാവും ഇത്താൻ്റെ മോളും ഉള്ളത്. ഇതെല്ലാം നമ്മൾ മംഗലം കഴിഞ്ഞിട്ട് എടുത്ത ഫോട്ടോസ്. ഇത് കുറേ ആയി ഇങ്ങനെ ലൈറ്റിൻ്റെ താഴെ വെച്ചിട്ട് ഫുള്ള് ഫോട്ടോസ് എല്ലാം കുറച്ച് മങ്ങിയും അങ്ങനെ. ഇതെല്ലാം ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒരു രസത്തിന് ഇങ്ങനെ വണ്ടി തൂക്കി വെച്ച. പിന്നെ ഇതാണ് സോഹാൻ്റെ കളിക്കുന്ന ടോയ്സ് എല്ലാം ഇട്ട് വെക്കുന്ന ബാഗ്. ഇത് എത്ര ഇട്ട് വെച്ചെങ്കിൽ ഓൾ കുറച്ച് കഴിഞ്ഞാൽ എല്ലാം നിലത്തിട്ട് വെക്കും. ഇപ്പോൾ അപ്പുറത്താക്കിയിട്ട് ഉമ്മാൻ്റെ റൂമിലാക്കിയിട്ട് വെച്ചത്. ഇത് നമ്മളെ മംഗലത്തിന് നമുക്ക് കല്യാൺ സിൽക്സ് നിന്ന് ഗിഫ്റ്റ് തന്ന ഫ്രെയിമാണ്. പിന്നെ ഇപ്പറുള്ള ഇത് ഞാൻ ചെയ്ത വർക്കാണ്. മംഗലത്തിന് മുമ്പ് ഇങ്ങനെ ചെയ്ത വർക്കാണ്. പിന്നെ ഇത് ഞാൻ ചെയ്ത ക്രോഷേ, എന്തിനു പറയല്, ക്രോഷേ പോട്ട് ഹാങ്ങിങ്സ്, അതാണ്. പിന്നെ ഇതെല്ലാം സോഹാൻ്റെ പൊടിയും ഉള്ള പാൽക്കുപ്പി അങ്ങനത്തെ സാധനമെല്ലാം വെച്ചത്. പിന്നെ ഇതെല്ലാം ഞാനിങ്ങനെ വെറുതെ ചെയ്ത് വെച്ചാൽ മംഗലത്തിനെല്ലാം മുമ്പ് ഇങ്ങനെ വെറുതെ ചെയ്ത് വെച്ചാൽ എന്താണ്ട ഇങ്ങനെ എൻ്റെ ഒരു ബോറടിക്കുമ്പോൾ ഓരോന്ന് ചെയ്ത് വെക്കും. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് എൻ്റെ റൂമിൽ. ഈ പെയിൻറ്റിങ് എല്ലാം കണ്ട, ഇത് രാത്രി ഉറക്കില്ലാത്തപ്പോൾ ഇതാണ് നമുക്ക് പണി. ഓരോരിങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ ആണി ഊരിപ്പോയി ഈ സ്റ്റാൻഡിൻ്റെ. പിന്നെ ഇതെല്ലാം ഞാൻ ചെയ്ത് വെച്ചാണ് പെയിൻറ്റ് ചെയ്തിട്ടും ഇങ്ങനെ എൻ്റെ പെയിൻറ്റ് തീർന്ന പെയിൻറ്റിൻ്റെ ബോട്ടിലെല്ലാം തൂക്കിയിട്ടുണ്ട് അവിടെ. പിന്നെ ഈ കോഴിയും ഈ സ്പൈഡർമാൻ, ഈ തക്കാളി, ഇതെല്ലാം ഞാൻ ക്രോഷേ ചെയ്ത് വെച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ ക്രാഫ്റ്റ് പഠിച്ച് ചെയ്യുന്നത്. എംബ്രോയ്ഡറി ആയാലും ക്രോഷേ ആയാലും പെയിൻറ്റിങ് ആയാലും ഞാനിങ്ങനെ ഓരോന്ന് നോക്കി ചെയ്യും. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ഇത് ഓർഡേഴ്സ് എടുക്കലുണ്ട്. ഇപ്പോൾ ഈ ഇതുണ്ട്, ഈ പ്ലാന്റ്, ഇതെല്ലാം ഞാൻ ഈ ലാസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഇതും ഞാൻ ചെയ്ത് തന്നെ എൻ്റെ ഫോണിന് ചാമാക്കിയിട്ട് ചെയ്തത്. ഫോൺ ചാമാക്കിയിട്ട് പിന്നെ അത് പൊട്ടിപ്പോയപ്പോൾ അവിടെ തൂക്കി. പിന്നെ ഈ ഫോട്ടോ, ഇതെല്ലാം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്തതാണ്. പിന്നെ മുകളിൽ കണ്ട ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് കുറേ സ്പ്രേ ബോട്ടിലും പിന്നെ എന്തെല്ലോ ഞാനിങ്ങനെ ചെയ്ത് വെച്ചിന്. ഇത് സോഹാൻ്റെ ക്രാഡിൽ സെറമണിയുടെ സമയത്ത് ചെയ്തത്. ഇതാണ് നമ്മളെ ഫാമിലി ഫോട്ടോ. ഇതും അങ്ങനെ മുമ്പ് എപ്പോഴോ ചെയ്തൊരു ഡ്രീം ക്യാച്ചർ. ഒന്നും കളയലില്ല, എല്ലാം എൻ്റെ റൂമിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ എൻ്റെ ഉമ്മെല്ലാം പറയും കച്ചറ റൂം. ഇതെൻ്റെ ഓർഗനൈസറാണ്. ഇത് ഈ അടുത്ത് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തത് മീഷോയിൽ. പിന്നെ ഇതാണ് എൻ്റെ കബോർഡ്, ഡ്രസ്സെല്ലാം വെക്കുന്ന കബോർഡ്. എൻ്റെ മേലെ ഗിറ്റാറുണ്ട്, ഞാനത് സോഹ എടുക്കുന്നുണ്ട് മുകളിൽ ഇപ്പോൾ തൽക്കാലം വെച്ചത്. പിന്നെ ഇതെല്ലാം സോഹാൻ്റെ സാധനം. ഓളെ സ്റ്റൂല്, ഓളെ ഈറ്റിംഗ് ചെയർ, ഓളെ വണ്ടി, ഓളെ പോട്ടി, ഇതെല്ലാം ഇതിന് മൂലക്കാന്ന് വെക്കുന്നത്. പിന്നെ ഈ ക്രാഡിൽ സോഹാൻ്റെ ആണ്, ഇപ്പോൾ യൂസ് ചെയ്യൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഒരു മൂലക്കിട്ട്, അല്ലെങ്കിൽ ഫുള്ള് കൺജസ്റ്റഡ് ആകുന്നതുകൊണ്ട് ഒരു മൂലയിൽ വെച്ചത്. ഇതും ഞാൻ പണ്ട് ചെയ്ത ഒരു വർക്കാണ്, പക്ഷേ ഇത് ഫുള്ള് പോയിന്. ഇങ്ങനെ ആ ഗമ്മിൻ്റെ ഒരു ലൈൻസ് ഫുള്ള് കാണുന്നുണ്ട്. പിന്നെ ഇത് എന്തിന് സോഹാൻ്റെ പേരിങ്ങനെ ഇട്ടല്ലേ, ആ കള്ളി ഫുള്ള് സോഹാൻ്റെ സാധനമാണ് വെച്ചിട്ടില്ല. അപ്പോൾ വെറുതെ സോഹ എന്നുള്ള പേരിട്ടിച്ച്. പിന്നെ എൻ്റെ ഈ റൂമിൽ മാത്രമാണ് എൻ്റെ പേരിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത്. ഓക്കെ, ഈ റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ചെറിയൊരു റൂമാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളും റൂമെല്ലാം കാണിക്കാൻ വെച്ചിട്ടാണ്. നമുക്ക് ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ടുള്ള ഹോം ടൂർ ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. Bye.